ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഞ്ജൂസ് മാത്സ് ട്യൂട്ടോറിയൽ. നമുക്കറിയാം സേ പരീക്ഷ വന്നുകൊണ്ടിരിക്കുകയാണ്. ഏപ്രിൽ 26-നാണ് മാത്സിൻ്റെ സേ പരീക്ഷ. അപ്പോൾ ഒരുപാട് കുട്ടികൾക്ക് A+ കിട്ടി. A+ കിട്ടാത്തവർക്കും ബുദ്ധിമുട്ടൊന്നുമില്ല അഡ്മിഷൻ കിട്ടാനുണ്ട്. പക്ഷെ അപ്പോഴും നമ്മൾ കുറച്ച് വിഭാഗം എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് മര്യാദയ്ക്ക് ടോപ്പിക്ക് പഠിക്കാണ്ട് പോയി അവർ ഫെയിലായിട്ടുണ്ട്. അപ്പോൾ അവർക്കിനി എങ്ങനെയാണ്, അവർക്ക് പരീക്ഷ വരുന്നില്ല, അപ്പോൾ അവരിനി എങ്ങനെ നമുക്ക് അവരെ രക്ഷപ്പെടുത്തി എടുക്കാം എന്നുള്ളതാണ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് സേ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻസിന് അളവൊന്നുമില്ല. ക്വസ്റ്റ്യൻസ് സേ ആയതുകൊണ്ട് എളുപ്പമാവും അങ്ങനെയൊന്നുമില്ല. അപ്പോൾ നമുക്ക് എല്ലാ പോർഷൻസും നമുക്ക് കവർ ചെയ്യണം. പക്ഷേ സ്വാഭാവികമായിട്ട് ഫെയിൽ ആയതുകൊണ്ട് മൊത്തം പഠിക്കാൻ പറ്റാത്തതാണ് കാരണം. അപ്പോൾ നമുക്ക് അവരെ ഇനി എങ്ങനെ സക്സസ് ആക്കാൻ നോക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്നാൽ മാർക്ക് അധികം സ്കോർ ചെയ്യാൻ പറ്റുന്ന ചില ടോപ്പിക്കുകൾ പഠിച്ചു പോയി കഴിഞ്ഞാൽ അവർക്ക് വളരെ ഈസി ആയിട്ട് നല്ല മാർക്ക് സ്കോർ ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു ടോപ്പിക്കാണ് ഇന്ന് ഞാൻ വിശദീകരിക്കുന്നത്. ഡിറ്റർമിനൻറ്റ്സ് എന്ന ചാപ്റ്ററിലെ സൊല്യൂഷൻസ് ഓഫ് ഇക്വേഷൻസ്, എങ്ങനെയാണ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത്. 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. നമുക്കൊരു 3 ഇക്വേഷൻസ് തന്നിട്ടുണ്ടാവും. അത് സോൾവ് ചെയ്ത് നമുക്ക് കൃത്യമായിട്ട് എക്സിൻ്റെ വൈയുടെയും ഇസഡിൻ്റെ വാല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 6 മാർക്ക് കിട്ടും. വലിയ ആലോചനയൊന്നും ഇല്ലാത്ത ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, നമുക്ക് തുടങ്ങാമല്ലോ അല്ലേ? എല്ലാവരും ക്ലാസ് കൃത്യമായിട്ട് നോക്കുക. നമുക്കപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഇങ്ങനെയാണ് നമുക്കൊരു ക്വസ്റ്റ്യൻ തരുന്നത്. സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ നമുക്ക് തരുന്നത് 3 ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഇക്വേഷൻ ഉണ്ടാവും. 2x - 3y + 5z = 11, 3x + 2y - 4z = -5, x + y - 2z = -3. ഈ 3 ഇക്വേഷൻ ആണ് നമുക്കുള്ളത്. അപ്പോൾ നമ്മൾ ഇതിനെ സ്വാഭാവികമായിട്ട് നമ്മൾ ഈ ഇക്വേഷൻസിന്റെ എക്സ് വൈ ഇസഡിന്റെ കോഎഫിഷ്യന്റിനെ നമ്മളൊരു മെട്രിക്സ് ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യണം. നോക്കുക, എക്സിന്റെ കോഎഫിഷ്യന്റ് 2, വൈയുടെ കോഎഫിഷ്യന്റ് -3, ഇസഡിന്റെ കോഎഫിഷ്യന്റ് 5. അങ്ങനെ നമുക്കിതൊരു 3/3 നമുക്കിതൊരു മെട്രിക്സ് ആയിട്ട് കിട്ടി. ഇത് നമുക്കപ്പോൾ എ എന്ന് കൊടുക്കാം. നമുക്കിനി കണ്ടുപിടിക്കേണ്ട വേരിയബിൾ എക്സ് വൈ ഇസഡ് ആണ്. ഇത് നമ്മളൊരു മെട്രിക്സ് ആയിട്ട് കൊടുത്തു. ഇത് നമുക്ക് എക്സ് എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ആയിട്ട് എടുക്കാം. ഇനി നമുക്ക് കാണേണ്ട നമ്മുടെ കോൺസ്റ്റന്റുകൾ, അതിനെ നമുക്ക് 11 - 5 - 3 ആണ്. അതിനെ നമുക്ക് ഈക്വൽ ടു 11 - 5 - 3. ഇത് നമുക്ക് വേറൊരു കോൺസ്റ്റന്റിനാണ്. എക്സ് ഇസ് ഈക്വൽ ടു പി എന്നുള്ളതാണ് നമുക്ക് ശരിക്കും പറഞ്ഞൊരു ഫോം വരുന്നത്. അപ്പം നമുക്ക് നോക്കുക, ഇവിടെ എ എന്ന് പറയുന്ന മെട്രിക്സ് 3/3 മെട്രിക്സ് ആണ്. ഇവിടെ എക്സ് എന്ന് പറയുന്ന നമ്മുടെ വേരിയബിൾസിന്റെ ഒരു മെട്രിക്സ് ഉണ്ട്. ഇവിടെ നമുക്ക് കോൺസ്റ്റന്റിന്റെ ഒരു മെട്രിക്സ് ഉണ്ട്. സോ നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഇസ് ഈക്വൽ ടു ബി ആണ്. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? എക്സ് എന്ന് പറയുന്ന മെട്രിക്സിലെ എക്സ് വൈ ഇസഡിന്റെ വാല്യൂസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് നമുക്ക് എന്ത് കൊടുക്കാം? എ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എ ഇൻവേഴ്സ് ബി ആയി. അപ്പോൾ എ എന്ന മെട്രിക്സിന്റെ ഇൻവേഴ്സ് എടുത്തിട്ട് അതിനെ ബി എന്ന് പറയുന്ന മെട്രിക്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ് എന്ന് പറയുന്ന മെട്രിക്സിൽ എക്സ് വൈ ഇസഡ് എന്ന വേരിയബിൾസിന്റെ വാല്യൂ കിട്ടും. അപ്പോൾ എങ്ങനെയാണ് എ ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്നത് നമുക്ക് ആദ്യം നോക്കാം. അത് കുറച്ച് ലെങ്തി പ്രോസസ് ആണ്, പക്ഷെ ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ തെറ്റും. അപ്പോൾ എ ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്ജോയിന്റ് എ ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് എ ആണ്. അപ്പോൾ ഡിറ്റർമിനന്റ് എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് നമുക്കറിയാം. ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാൻ നമ്മൾ എളുപ്പത്തിൽ നമുക്കറിയാം. എന്താ ചെയ്യേണ്ടത്? ആദ്യത്തെ നമ്പറായ 2 ഇൻറ്റു ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലിമെന്റ് 2 ഇൻറ്റു 2 ഒഴിച്ചുള്ള, അതായത് 2 നിൽക്കുന്ന കോളവും റോയും കളയുക. ബാക്കി ഡയഗണൽ എലിമെന്റ്സ് മൾട്ടിപ്ലൈ ചെയ്യുക. 2 ഇൻറ്റു -2 -4 മൈനസ് 1 ഇൻറ്റു -4 -4 പ്ലസ്, അതായത് പ്ലസ് അല്ല വരേണ്ടത്, മൈനസ് ആണ്. കാരണം നമുക്ക് ഇവിടുത്തെ എലമെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഓരോ എലമെന്റിനും പേരുണ്ട് അല്ലേ? A11 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെന്റ്, ഫസ്റ്റ് കോളവും ഫസ്റ്റ് റോയും. ഇതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റോയും സെക്കൻഡ് കോളവുമാണ്. അപ്പോൾ A12 നോക്കിയേ, A12 വന്നു. ഇതാകുമ്പോൾ A22 വരും. അപ്പോൾ ഇങ്ങനെ ഓഡ് ഐഡന്റിറ്റി വരുന്നതിനെല്ലാം നെഗറ്റീവ് കൊടുക്കണം. ഇവിടെ A12 ആണ്, അതുകൊണ്ട് നമ്മൾ കൊടുക്കുമ്പോൾ എന്ത് കൊടുത്തു? നമ്മൾ -3 ഓൾറെഡി നെഗറ്റീവ് ആണ്. പിന്നെ ഇവിടെയുള്ള നെഗറ്റീവും കൂടി ഉണ്ട്. -3 ഇൻറ്റു ഈ -3 വന്ന കോളവും റോയും കളയുക. ബാക്കി ഡയഗണൽ എലമെന്റ്സ് എടുക്കുക. അപ്പോൾ എത്ര വന്നു? 3 ഇൻറ്റു -2 നമുക്ക് എത്ര വന്നു? -6. അതുപോലെ തന്നെ ഇത് നമുക്ക് എടുക്കാം. 1 ഇൻറ്റു -4 -4 ആണ്, ഓൾറെഡി ഇവിടെ മൈനസ് ഉണ്ട്, -4 വന്നു. ഇനി അടുത്തത് നമുക്ക് +5 ഇൻറ്റു അത് വരുന്ന നമുക്ക് കോളവും റോയും കളയാം. ബാക്കി ഡയഗണൽ എലമെന്റ്സ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുക. 1 ഇൻറ്റു 3 3 -2 എടുക്കുക. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ഡിറ്റർമിനന്റ് കിട്ടും. നമുക്ക് നോക്കാം. -4 2 ഇൻറ്റു -4, ഈ മൈനസ് വരുമ്പോൾ പ്ലസ് ആണെന്ന് നമുക്കറിയാം. ഓക്കെ, ഈ മൈനസും പ്ലസ് ആയി. +3 ഇൻറ്റു
ഇവിടെ -6 ആണ്. എഗെയിൻ മൈനസും വന്നു. അപ്പോൾ എന്ത് വന്നു? +4 വന്നു. പിന്നെ നമുക്ക് നോക്കാം. +5 × 3 - 2 1 ആണ് നമുക്കറിയാം. നോക്കൂ, 2 × -4 + 4 0 ആണ് അല്ലേ? 2 × 0 + 3 × -6 + 4 നമുക്കറിയാം. ഇവിടെ -6 ആണ് വലുത്. അപ്പോൾ നെഗറ്റീവും പോസിറ്റീവും ഒന്ന് സബ്ട്രാക്ട് ചെയ്തിട്ട് വലുതിൻ്റെ സൈൻ ഇടണം. അപ്പോൾ -6ഉം 4ഉം എടുക്കുമ്പോൾ 2 ആണ്. ഇവിടെ -6 ആണ് വലുത്. അതുകൊണ്ട് അതിൻ്റെ ചിഹ്നമായ നമുക്ക് എന്ത് കൊടുക്കാം? -2 കൊടുത്തു. ദെൻ 5 × 1 5 അല്ലേ? നോക്കിക്കേ, 3 × -2 -6 + 5 = -1 ആണ് നമ്മുടെ ഡിറ്റർമിനന്റ്. അപ്പോൾ നമ്മുടെ ഡിറ്റർമിനന്റ് കാൽക്കുലേറ്റ് ചെയ്തു. അത് നമുക്ക് മാറ്റി എഴുതി വയ്ക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിറ്റർമിനന്റ് A നമുക്ക് -1 എന്ന് കിട്ടി. ഇനി നമ്മൾ എന്ത് കാണണം? A ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്ന അഡ്ജോയിന്റ് ഡിവൈഡ് ബൈ ഡിറ്റർമിനന്റ് ആണ്. അപ്പോൾ നമുക്കിനി അഡ്ജോയിന്റ് കണ്ടുപിടിക്കാം. അഡ്ജോയിന്റ് കണ്ടുപിടിക്കുന്നതിന് ആദ്യം നമ്മൾ എന്തെടുക്കണം? കോഫാക്ടർ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് ആണ് അഡ്ജോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം കോഫാക്ടർ മെട്രിക്സ് എടുക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? സൈൻഡ് മൈനർ ആണ് കോഫാക്ടർ മെട്രിക്സ്. അപ്പോൾ നമുക്ക് ഓരോന്നിന്റെ മൈനേഴ്സ് കണ്ടുപിടിക്കാം. ഓരോ എലമെന്റിന്റെ മൈനേഴ്സ് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി മൈനേഴ്സ് കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് M11 നോക്കാം. അതായത് ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് കോളം. അപ്പോൾ നമുക്ക് അത് നോക്കും. മൈനേഴ്സ് കണ്ടുപിടിക്കുമ്പോൾ ഈ കോളം വരുന്ന ഈ രണ്ട് വരുന്ന കോളവും റോയും ഒഴിവാക്കുക, നോക്കുക, ബാക്കി എടുക്കുക. ഡയഗണൽ എലമെന്റ്സ് മാത്രം എടുത്താൽ മതി മൈനേഴ്സിന്. അപ്പോൾ നമുക്ക് 2 × 2 -4 ഓൾറെഡി -1 × -4 -4 നമുക്കറിയാം. -4 + 4 എന്താണ്? 0 ആണ് നമുക്കറിയാം അല്ലേ? നെക്സ്റ്റ് നമുക്ക് M12 എടുക്കാൻ പോവാണ്. M12 എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മുടെ ഫസ്റ്റ് റോയിലെ സെക്കൻഡ് കോളവും എടുത്തു. അപ്പോൾ നമുക്ക് -3 വരുന്ന റോയും കോളവും കളയുക. ബാക്കി ഡയഗണൽസ് എന്താണ്? 3 - 2 അല്ലേ? 3 × -2 എന്താണ്? -6. ദെൻ 1 × -4 ഓൾറെഡി മൈനസ് ഉണ്ട്. ഈ -4 കൂടി വരുമ്പോൾ എത്ര വന്നു നമുക്ക്? -6 + 4 = 0. നമുക്ക് വേണമെങ്കിൽ തെറ്റാണ്ടിരിക്കാനായിട്ട് നമുക്ക് M11 കൊടുക്കുമ്പോൾ ആദ്യം നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ഡയഗണൽ എലമെന്റ്സ് മാത്രം എഴുതാം. ഇത് മാറ്റി കഴിയുമ്പോൾ നമുക്ക് എന്ത് വന്നു? 2 -4 1 -2. ഇനി M12 നമ്മൾ എങ്ങനെയാണ് എടുത്തത്? നമുക്ക് എന്ത് വന്നു? 3ഉം -4ഉം ആ റോയും കോളവും കളഞ്ഞു കഴിഞ്ഞാൽ വരുന്നത് 3 -4 1 -2. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് തെറ്റില്ല, കൃത്യമായിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ അടുത്ത നമുക്ക് M13 നമ്മൾ കാണാൻ പോവാണ്. അതിൻ്റെ നമുക്ക് എന്താ വരുന്നത്? ഡയഗണൽ എലമെന്റ്സ്. M13 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് റോയിലെ മൂന്നാമത്തെ കോളവും വന്നു. അപ്പോൾ ആ റോയും കോളവും ഒഴിവാക്കുക. ഇതും പോകും. സോ ബാക്കി ഡയഗണൽ എലമെന്റ്സ് നമുക്ക് വരുന്നത് 3 2 1 1 ആണ്. അപ്പോൾ നമ്മൾ ഇത് എടുക്കുമ്പോൾ എന്ത് വരും? 3 - 2 വരും. അപ്പോൾ നമുക്ക് എത്ര വന്നു? ഉത്തരം 1 ആണ്. നമുക്കപ്പോൾ M21 നോക്കാം. M21 നമുക്ക് എഴുതുമ്പോഴത്തേനും വരുന്നത്, അതായത് ഇത് വരുന്ന കോളവും റോയും മാറ്റി കഴിഞ്ഞാൽ നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ -3 5 1 -2. -3 × -2 നമുക്ക് 6 ആണ്. 1 × 5 ആണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് 6 - 5 എന്ന് പറഞ്ഞാൽ നമുക്ക് 1 ആണ്. ഇനി നമുക്ക് M22 കാണാം. ഇതുപോലെ നിങ്ങൾ ഓരോന്നിൻ്റെ കൃത്യമായിട്ട് ഡയഗണൽ എലമെന്റ്സ് എഴുതി പോവുക. 22 എടുക്കുമ്പോൾ നമുക്ക് ഈ വരുന്ന കോളവും ഈ റോയും ഒഴിവായി കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് 2 × -2 -4 1 × -5. അപ്പോൾ നമുക്ക് -9 കിട്ടി. തെറ്റാണ്ടിരിക്കാൻ നിങ്ങൾ ഇതുപോലെ ഓരോന്നിൻ്റെ മൈനേഴ്സ് എഴുതി പോവുക. അപ്പോൾ നമുക്ക് വാല്യൂസ് നമുക്കിവിടെ കൃത്യമായിട്ട് കൊടുത്തു പോവാം. M11 0 ആണ്. M12 നമുക്ക് വന്നത് 2 ആണ് അല്ലേ? -6 + 4 2 വന്നു. M13 നമുക്ക് വന്നത് 1 വന്നു. M21 വന്നത് നമുക്ക് M13 1 വന്നു. M21 നമുക്ക് 1 വന്നു. M22 നമുക്ക് എത്ര വന്നു? -9 വന്നു. അപ്പോൾ നമുക്ക് അടുത്തത് കാണാൻ നമുക്ക് M22 -9 വന്നു. അടുത്തത് M23 കാണാം. രണ്ടാമത്തെ റോയിലെ മൂന്നാമത്തെ കോളം. അപ്പോൾ നമുക്ക് ഇത് രണ്ടും മാറ്റി നിർത്താം. അപ്പോൾ നമുക്ക് വരുന്നത് 3 - 2 ആണ്. 3 - 2 എന്ന് പറഞ്ഞാൽ 1 ആണ്. അടുത്തത് M31 എടുക്കുകയാണ്. M31 എന്ന് പറയുമ്പോൾ മൂന്നാമത്തെ റോയ് ഫസ്റ്റ് കോളം അത് എടുക്കുമ്പോൾ നമുക്കിത് അത് വരുന്ന ഡയഗണൽ എലമെന്റ്സ് മാറ്റി നിർത്തുമ്പോൾ -3 × -4 12 ആണ്. 12 അഗെയിൻ 2 × 5 10 ആണ്. അപ്പോൾ നമുക്ക് എന്ത് വന്നു? 2 വന്നു. അടുത്ത M32 നോക്കാം. M32 നോക്കുമ്പോൾ ഈ റോയും ഈ കോളവും പോവുക. അപ്പോൾ നമുക്ക് 2 × -4 -8 3 × 5 -15 നമുക്ക് -23 വന്നു. നമുക്ക് M33 നോക്കാം. 33 നോക്കുമ്പോൾ ഈ റോയും ഈ കോളവും പോകും. അപ്പോൾ 2 × -2 -4 3 × -3 -9 ആണ്. നമുക്ക്
+9 ആയി, നമുക്കിത് 5 വന്നു. അപ്പോൾ നമുക്ക് ഏതാണ്ട് എല്ലാം നമുക്ക് കോഫാക്ടേഴ്സ് നമുക്ക് മൈനേഴ്സ് കിട്ടിയിട്ടുണ്ട്. ഇനി സൈൻഡ് മൈനർ ആണ് കോഫാക്ടർ. അപ്പോൾ നമുക്കതൊരു മെട്രിക്സ് ഫോമിൽ എഴുതാം. ഓക്കെ, ക്ലിയർ? എന്താണ് സൈൻഡ് മൈനർ എന്ന് നോക്കാം. നമുക്കപ്പോൾ അതിൻ്റെ ഒരു മെട്രിക്സ് നമുക്ക് എടുക്കാം. സൈൻഡ് മൈനർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഐഡന്റിറ്റി നമ്മൾ കൊടുത്തിട്ടുണ്ട് അല്ലേ, 1 1 1 2 1 3 2 1 2 2 2 3. അപ്പോൾ ഇത് ഓഡ് നമ്പർ വരുന്നതിനെല്ലാം നെഗറ്റീവ് കൊടുക്കണം. ഇപ്പോൾ 1 1 എന്ന് പറഞ്ഞാൽ 1 + 1 2 ആണ്, അത് നമുക്ക് 0 തന്നെ കൊടുക്കാം. ഇനി 1 + 2 എന്ന് പറഞ്ഞാൽ 3 ആണ്, അപ്പോൾ അത് ഓഡ് നമ്പർ ആണ്. അപ്പോൾ അങ്ങനെ വരുന്ന കേസിൽ നെഗറ്റീവ് ആണ് സൈൻ കൊടുക്കേണ്ടത്. ഓൾറെഡി ഇവിടെ നെഗറ്റീവ് ഉള്ളത് കൊണ്ട് ഇവിടെ ഒരു നെഗറ്റീവും കൂടി ചേർന്ന് വരുമ്പോൾ 2 ആയി. 1 3 എന്ന് പറയുമ്പോൾ 1 + 3 4 ആണ്, ഉള്ളത് തന്നെ കൊടുത്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ വരുമ്പോൾ 2 1 ആണ് അല്ലേ. 2 1 എന്ന് പറഞ്ഞാൽ ഓഡായി 3 ആയി. അപ്പോൾ ഇവിടെ ഉള്ളതിന് എന്ത് കൊടുക്കണം? നെഗറ്റീവ് കൊടുക്കണം. നെഗറ്റീവ് കൊടുക്കേണ്ടത് ഓഡ് വരുന്ന കേസിൽ മാത്രം. ഓൾറെഡി നെഗറ്റീവ് ഉണ്ടെങ്കിൽ ഈ നെഗറ്റീവ് കൂടി ചേർന്നിട്ടാണ് പോസിറ്റീവ് ആവുന്നത്. 2 2 വരുമ്പോൾ 4 ആണ്, അപ്പോൾ നമുക്ക് അവിടെ ഓൾറെഡി ഉള്ള സൈൻ തന്നെ കൊടുത്താൽ മതി. 2 3 വരുമ്പോൾ നോക്കൂ, വീണ്ടും ഓഡായി. അപ്പോൾ നമുക്ക് 5 ആണ് ഇവിടെ ഉള്ളത്, നമുക്ക് നെഗറ്റീവ് കൊടുക്കണം. അങ്ങനെ -5 ആയി. M31 വരുമ്പോഴും നമുക്ക് എന്ത് വന്നു? 2 വന്നു. M32 വരുമ്പോൾ നമുക്ക് 3 + 2 5 ആണ്, ഓഡാണ്. അങ്ങനെ വരുന്ന കേസിൽ നെഗറ്റീവ് വരണം. ഓൾറെഡി -23 ആണ്, അപ്പോൾ നമുക്ക് നെഗറ്റീവ് കൂടി ചേരുമ്പോൾ 23 ആയി. M33 എന്ന് പറയുമ്പോൾ നമുക്ക് 13 അല്ലേ. സോ ഇതാണ് നമ്മുടെ എന്ത് കോഫാക്ടർ മെട്രിക്സ്. സൈൻഡ് മൈനർ ആണ് കോഫാക്ടർ മെട്രിക്സ്. ഇനി അഡ്ജോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ട്രാൻസ്പോസ് ഓഫ് ദ കോഫാക്ടർ മെട്രിക്സ്. ഇതിന്റെ ട്രാൻസ്പോസ് എടുക്കണം. ഇതിന്റെ ട്രാൻസ്പോസ് എങ്ങനെയാണ് എടുക്കുന്നത്? കുത്തനെ എഴുതണം അല്ലേ. ഇതിങ്ങനെ ഇപ്പോൾ കോളം നമുക്ക് എന്തായി? റോ ആയി മാറും. അപ്പോൾ നമുക്ക് അഡ്ജോയിന്റ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്പോസ് ഓഫ് ദ കോഫാക്ടർ മെട്രിക്സ് ആണ്. കോഫാക്ടർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കി സൈൻഡ് മൈനർ ആണ്. മൈനർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തന്നു. അപ്പോൾ നമുക്ക് അഡ്ജോയിന്റ് എടുക്കാം. ഇത് കോളം നമുക്ക് റോ ആയി മാറും. അപ്പോൾ നമുക്ക് എങ്ങനെ വരും? 0 -1 2 then 2 -9 23 then 1 -5 1 -5 13 ആണ് എന്ത് നമ്മുടെ അഡ്ജോയിന്റ് കിട്ടി നമുക്ക്. ഇത് നമ്മൾ എന്താ പഠിച്ചിരിക്കുന്നത്? എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അഡ്ജോയിന്റ് എ ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ്. ഡിറ്റർമിനന്റ് നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് -1. അപ്പോൾ എന്ത് വരും? ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് എന്ന് പറഞ്ഞാൽ 1/-1 ആണ്. അതായത് നമ്മൾ ഈ നമ്മുടെ എലമെന്റിനെ എല്ലാം -1 വെച്ച് ഡിവൈഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ വീണ്ടും ഒരു -1 ഇവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്തായി? നെഗറ്റീവ് എല്ലാം പോസിറ്റീവ് ആകും, പോസിറ്റീവുകൾ നെഗറ്റീവ് ആകും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എ ഇൻവേഴ്സ് പറഞ്ഞാൽ നമുക്ക് എന്ത് വരും? 0. അങ്ങനെ തന്നെ -1 നെഗറ്റീവ് -1 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 ആയി. 2/-1 -2 ആണ്. ഇവിടെ -2 വന്നു. 9 -9 ആണ്, അത് 9 ആയി. -23 ആയി. ഇത് 1 -1 ആയി. ഇത് 5 ആയി. ഇത് -13 ആയി. ഇതാണ് നമ്മുടെ എന്ത് എ ഇൻവേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചത് എങ്ങനെയാണ്? നമ്മൾ എക്സ് എന്ന് പറയുന്ന മെട്രിക്സ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? എക്സ് വൈ ഇസഡ് എന്ന് പറയുന്ന മെട്രിക്സ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? എ ഇൻവേഴ്സ് ബി ആയിരുന്നു. അപ്പോൾ നമുക്കിപ്പോൾ എ ഇൻവേഴ്സ് കിട്ടി വെച്ചിട്ടുണ്ടല്ലോ, നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ എ ഇൻവേഴ്സ് നമ്മൾ ഇങ്ങോട്ട് എഴുതുക. എഴുതുമ്പോഴൊന്നും തെറ്റാണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. 0 1 -2 then -2 9 -23 then 1 -1 5 -13 എന്നാണ് നമ്മുടെ എന്ത് എ ഇൻവേഴ്സ്. ഇനി ബി എന്ന് പറയുന്ന മെട്രിക്സ് നമ്മൾ ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായി. നമ്മുടെ കോൺസ്റ്റന്റ് സൈഡിൽ വന്നതാണ്. അപ്പോൾ അത് 11 then -5 -13 ആണ് നമ്മുടെ ബി എന്ന് പറയുന്ന മെട്രിക്സ്. എ ഇൻവേഴ്സ് ബി എടുത്താൽ മതി. ഇവിടെ നിങ്ങൾക്കൊരു ചെറിയ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. ഇത് നമുക്കൊരു 3/3 മെട്രിക്സ് ആണ്, 3 റോയും 3 കോളവും. ഇത് നമുക്ക് 3/1 ആണ് കേട്ടോ. 3 റോയും 1 കോളമേ ഉള്ളൂ. ഇത് രണ്ട് സെയിം ആയാൽ മാത്രമേ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഈസ് പോസിബിൾ എന്ന് നമുക്ക് മനസ്സിലാവൂ. അതായത് ഈ ഫസ്റ്റ് മെട്രിക്സിന്റെ നമ്പർ ഓഫ് കോളംസ് ഇസ് ഈക്വൽ ടു സെക്കൻഡ് മെട്രിക്സിന്റെ നമ്പർ ഓഫ് റോസ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഈസ് പോസിബിൾ. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ദ റിസൾട്ടന്റ് മെട്രിക്സ്? റിസൾട്ടന്റ് മെട്രിക്സിന്റെ ഓർഡർ എന്തായിരിക്കും? 3/1 ആയിരിക്കും. ഇതിങ്ങനെ ആദ്യം എഴുതി നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷനും ഇല്ലാണ്ട് കിട്ടുന്ന മെട്രിക്സിന്റെ ഓർഡർ 3/1 ആണ്. അതായത് 3 റോയും 1 കോളവും പാടുള്ളൂ. ഇങ്ങനെ മാത്രം വരും. അപ്പോൾ നമുക്കിത് ചെയ്യാം. എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇതെങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് കുട്ടികളെ നോക്കുക. നമുക്ക് നോക്കാം. ഈ ഓരോ എലമെന്റിനെയും 0 × 11 പ്ലസ് 1 × -5 പ്ലസ് -2 × -3 -2 × -3. നമുക്കറിയാം 3 റോയും 1 കോളേ പാടുള്ളൂ. ഇപ്പോൾ നമുക്ക് 1 റോ കിട്ടി. അടുത്ത റോ നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്.
-2 into 11 plus 9 into -5 into -5 plus -23 into 3 അല്ലേ -23 into -3 ഓക്കെ -23 into -3 ക്ലിയർ നെക്സ്റ്റ് അടുത്തത് കണ്ടുപിടിക്കാൻ പോകണം -1 into 11 5 into -5 plus -13 into 3 -13 into 3 ഓക്കെ അപ്പോൾ നമ്മുടെ റിസൾട്ടന്റ് മെട്രിക്സ് ഇതാണ് ഇത് 3 റോയും നമുക്ക് ഒരു കോളവും വരുന്നത് നമുക്ക് ഇതിന്റെ ആൻസേഴ്സ് ഒന്ന് എഴുതി നോക്കാം 0 into 11 0 ആണ് 1 into -5 നമുക്ക് എത്ര വന്നു -5 ആണ് -2 into -3 6 ആണ് ഉത്തരം നമുക്ക് 1 വന്നു അടുത്തത് നമുക്ക് -2 into 11 -22 9 into -5 നമുക്ക് എത്ര വന്നു -45 then 23 into 3 എന്ന് പറയാൻ നമുക്ക് 69 ആണ് അപ്പോൾ 45 plus 22 67 ആണ് -67 69 കൂടി കൂട്ടുമ്പോൾ നമുക്ക് ഉത്തരം 2 വന്നു ഇതൊക്കെ നമുക്ക് മെട്രിക്സിലാണ് ഇടുന്നത് കേട്ടോ അടുത്ത -1 into 11 എത്രയാണ് -22 അല്ല -1 into 11 -11 പ്ലസ് 5 into -5 -25 പ്ലസ് നമുക്ക് 13 into -3 ആണ് കേട്ടോ അപ്പോൾ നമുക്കത് 39 വന്നു അല്ലേ നെഗറ്റീവ് പോസിറ്റീവ് ആണ് 25 11 36 ആണ് -36 പ്ലസ് 39 കൂടി കൂട്ടുമ്പോൾ നമുക്ക് 3 ആണ് നമുക്ക് കിട്ടുന്നത് ഇതൊക്കെ ഒരു മെട്രിക്സ് ആണ് ഇതിങ്ങനെ മെട്രിക്സ് ആക്കി ഇടുക കൃത്യമായിട്ട് എഴുതി പോകണം ഇത് നമുക്ക് മെട്രിക്സ് ആക്കി ഇടുമ്പോൾ നമുക്ക് കിട്ടുന്ന മെട്രിക്സ് നമുക്ക് കൃത്യമായിട്ട് ഇപ്പോൾ നമുക്ക് നോക്കി റിസൾട്ടിന്റെ മെട്രിക്സ് നമുക്ക് എന്താ വരുന്നത് 1 2 3 അപ്പോൾ എന്ത് വന്നു നമുക്ക് 3 റോയും ഒരു കോളവും വന്നു നമുക്കതിൽ നമുക്ക് x is equal to 1 y is equal to 2 and z is equal to 3 എന്ന വാല്യൂ കിട്ടി ഇങ്ങനെയാണ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത് ഇത് നമ്മളൊന്ന് ശ്രദ്ധിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 6 മാർക്ക് ഇങ്ങോട്ട് പോരും അങ്ങനെ നമ്മളൊരു 8-10 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താൽ തന്നെ നമുക്ക് നല്ലൊരു മാർക്ക് മാത്സിന് സ്കോർ ചെയ്യാം അപ്പം സപ്ലൈ ഉള്ള എല്ലാ കുട്ടികളും ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് കാണുക മനസ്സിലാവാത്തുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾ ചോദിക്കുക വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാം ഓക്കെ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ താങ്ക് യു